ഭുവനമണ്ഡലേ നവയുഗമുദയതു ഭുവനമണ്ഡലേ നവയുഗമുദയതു സദാ വിവേകാനന്ദമയം സദാ വിവേകാനന്ദമയം സുവിവേകമയം സ്വാനന്ദമയം സുവിവേകമയം സ്വാനന്ദമയം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ എന്നുള്ള പേരിൽ ഒരു സേവാ പ്രസ്ഥാനം പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ആ സേവാ പ്രസ്ഥാനം 20 വർഷം പൂർത്തിയാക്കിയതിന് ഭാഗമായി നമ്മൾ ആസൂത്രണം ചെയ്ത അനേകം പരിപാടികളുടെ ഒരു തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ്റെ 20ാം വർഷത്തിൻ്റെ ആഘോഷമാണ് നമ്മൾ നടത്തുന്നത്. വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഒരാശുപത്രിയല്ല, ഒരു ചികിത്സാ കേന്ദ്രമല്ല, മറിച്ച് അതൊരു വലിയ പ്രസ്ഥാനമാണ്. കാരണം 20 വർഷം ആഘോഷിക്കുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിജയമായിട്ട് മാത്രമാകരുത്, മറിച്ച് ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും ചെയ്യാൻ കഴിയുന്നു എന്ന് എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് അപ്പോൾ അൺ ടു ദ ലാസ്റ്റ്, ഏറ്റവും അന്ത്യോദയം, ഏറ്റവും അവസാനമുള്ള ആൾക്ക് വരെ, ഗാന്ധിജി പറഞ്ഞതാണ്, ഏറ്റവും അവസാനമുള്ള ആൾക്ക് വരെ നമ്മുടെ വിജയം എത്തിക്കുമ്പോഴേ ആ വിജയത്തിന് അർത്ഥമുണ്ടാകും. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അട്ടപ്പാടിയും അതുപോലെയുള്ള പിന്നോക്ക പ്രദേശങ്ങളും അവരുടെ സംഭാവന എന്തായിരിക്കും ഈ വളർച്ചയിൽ അല്ലെങ്കിൽ മുന്നേറ്റത്തിൽ എന്ന് പറയുന്നത് വളരെ വികാരമുണർത്തുന്ന ഒരു വിചാരവുമാണ്. ഇതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ആനുകൂല്യമല്ല വേണ്ടത്, യോഗ്യമായ അവകാശങ്ങളുടെ നേടിയെടുക്കലിന് വേണ്ടിയുള്ള വ്യവസ്ഥ സ്ഥാപിക്കുക. മിഷൻ, സ്വാമി വിവേകാനന്ദ മിഷൻ്റെ നമ്മൾ ഒരുപക്ഷെ പ്രശംസിക്കേണ്ടതായ പ്രവർത്തനങ്ങളുടെ ഫലം 20 വർഷത്തിലൂടെ അവലോകനം ചെയ്ത് ഇതിന് പിൻഗാമികൾ വൻതോതിലുണ്ടായി. ഇന്ത്യയിൽ മൊത്തം ഒരു ട്രൈബൽ റവല്യൂഷന് സാധ്യമാക്കുന്നു. 20ാം വയസ്സും 20 വയസ്സിന് ശേഷം ഒരുപക്ഷെ 23 വർഷം നിങ്ങളുടെ അധ്വാനത്തിന് വേണ്ടുന്ന കരുത്ത് ഈശ്വരനും ഇന്ത്യയിലെ ജനങ്ങളും ഒരു അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി ഹൃദ്യമായി പങ്കുചേരാൻ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് കരുത്ത് പകർന്ന് നൽകണേ എന്ന പ്രാർത്ഥനയോടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ജയ് ഭാരത്. Swami Vivekananda Medical Mission, inspired by Swami Vivekananda's vision, serve Nara as Narayana. പ്രവർത്തനത്തിൽ ഈ ഡോക്ടർ നാരായണനും സഹപ്രവർത്തകരും ചേർന്ന് വരുന്ന വലിയ ഉദാഹരണം എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നും ആവശ്യമില്ലാത്ത ദുരിതവും വേദനയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ നമുക്കെല്ലാം ചേർന്ന് കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും ഒരുപാട് വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുമുള്ള ദൈവത്തിനെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. So today we gathered to celebrate 20 years or 2 decades of contribution by Vivekananda Medical Mission, and also set the stage and tone for Utkarsh in search of new heights. That is what we are planning to do for next to 1 year. To take these 2 decades of contribution to the next heights is what we have come together today.
Swami Vivekananda says, they alone live who lives for others. I'll repeat, they alone will live who live for others. So that's what Dr. Narayan has taught us. What we want to get our 2047 vision for an inclusive growth with our tribal community and marginalized community. If you want to get them part of this growth, we want selfless services. That is what it's important. കാലാവസ്ഥ വ്യതിയാനം ഇന്ന് നമുക്ക് അഫക്റ്റ് ചെയ്യാവുന്നുള്ളതിൻ്റെ അകത്ത് ഒരു പ്രധാന റീസൺ പറയുന്നത് ഈ ജൈവ വൈവിധ്യത്തിൽ വരുന്ന മാറ്റമാണ്. ഈ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട്, വൾണറബിൾ ഹോട്ട്സ്പോട്ട്സിലെല്ലാം അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ അവിടെ ജീവിക്കുന്ന ആദിവാസി സമൂഹമാണ്. അപ്പോൾ ഈ ആദിവാസി, സമഗ്ര ആദിവാസി വികസനം ഇന്ന് അവരുടെ മാത്രം ആവശ്യമല്ല, കേരളത്തിൻ്റെ ബാക്കിയുള്ള ജനങ്ങളുടെയും കൂടെ ആവശ്യമായിരിക്കും. ഉത്കർഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ സെർച്ച് ഓഫ് ന്യൂ ഹൈറ്റ്സ് ഒരു 2 വേർഡും കൂടെ, ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിരമായ വികസനത്തിന് മാതൃകയാകട്ടെ SVMമിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എല്ലാം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ നാരായണനും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവിധ ശക്തിയും സർവേശ്വരൻ നൽകട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരും അമേരിക്കയിൽ പ്രസംഗം തുടങ്ങുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ചെന്നിട്ട് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് സംസാരിച്ചു തുടങ്ങുന്നു. ആദ്യമായിട്ടാണ് ഹൃദയത്തിൽ നിന്നൊരാൾ സംസാരിക്കുന്നവർ കേൾക്കുന്നത്. 4000 പേർ നിന്ന കൊളംബസ് ഹോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആ പ്രസംഗം തുടർന്നു. ഇറ്റ് ഫിൽസ് മൈ ഹാർട്ട് വിത്ത് ജോയ് അൺസ്പീക്കബിൾ എന്ന് തുടങ്ങുന്ന പ്രസംഗത്തിൽ തുടരെ എല്ലായിടത്തും സ്വാമി പറഞ്ഞു, എക്സ്ക്ലൂഷൻ എന്ന വാക്കിൻ്റെ തത്തുല്യമായ ഒരു വാക്കില്ലാത്ത ഒരു രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത്. എല്ലാവരെയും ഇൻക്ലൂസീവ് ആക്കുന്ന, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരോടും കരുണ കാണിക്കുന്ന, കൺസേൺ ഫോർ ദി അതർ എന്നത് ഒരു മോട്ടോ ആയി കൊണ്ടു നടക്കുന്ന ഒരു രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത്. അതായിരിക്കും ഈ രാജ്യത്തിൻ്റെ മോട്ടോ എന്ന് അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഡോക്ടർ നാരായണൻ്റെ പ്രവർത്തികൾ അട്ടപ്പാടിയിൽ നമ്മൾ പോയി കാണുകയാണെങ്കിൽ അതിൻ്റെ എക്സാക്ട് റെപ്ലിക്കയാണ് കൺസേൺ ഫോർ ദി അതർ. അതിനെയും ഒരുപാട് വർഷം തുടരാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വാമി വിവേകാനന്ദന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നും കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി. Commitment with compassion brings real change in life. I think they deserve a huge applause for what they're doing. It's not for one day, single day. It's over 2 decades that we are talking about. ഇത്തരത്തിലുള്ള അനേകം പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ഒത്തുചേർന്ന് ശ്രീകാന്ത് അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ണടച്ച് ചിന്തിച്ചാൽ എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. എന്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മുടെ ചെയ്യുന്ന എല്ലാം അതിലേക്ക് നയിക്കണം എന്നുള്ള ആ ഒരു ചിന്തയും വരണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്ത എല്ലാവരിലും ഉദിക്കട്ടെ എന്നും, തുടർന്ന് വരുന്ന വർഷങ്ങളിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ വലിയൊരു കുതിപ്പ്, ടു സെർച്ച് ഫോർ ന്യൂവർ ഹൈറ്റ്സ് എന്നുള്ള ആ ഒരു റിയൽ ഇതിലേക്ക് കുതിക്കട്ടെ എന്നും, ഇനിയും ദുരിതം അനുഭവിക്കുന്ന വനവാസി സമൂഹത്തിലുള്ളവരും പിന്നോക്ക ബസ്തികളിലുള്ള ആൾക്കാരും അനേകം ലക്ഷം ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്ത്, എല്ലാവരുടെയും അടുത്ത് മാക്സിമം സേവനം എത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്നിവിടെ വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു കാര്യക്രമം ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ സർവേശ്വരൻ ഭംഗിയായിട്ട് നടത്തും എന്ന് പറഞ്ഞുകൊണ്ട്, സമാജസേവ യഥാർത്ഥത്തിൽ നന്ദി അർഹിക്കുന്നതല്ലെങ്കിൽ പോലും ഔപചാരികതയുടെ പേരിൽ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു കർത്തവ്യം ഞാൻ ഏറ്റെടുത്ത് നടത്തുകയാണ്.